നോക്കിയേ, ASM പരീക്ഷയുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന PYQ സീരീസ് ആണ്. ചോദ്യം നോക്കിയേ, ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. തന്നിരിക്കുന്ന ചോദ്യം കണ്ടല്ലോ. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തില് ബ്രെഡ് ആൻഡ് ബട്ടർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ആറുണ്ട്, വേറുണ്ട്, ഈസ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഈസാണ്. ഉത്തരമായിട്ട് വരുന്നത് ഈസാണ്. എന്താണ് കാരണം? കോംപ്ലിമെന്ററി സബ്ജക്റ്റുകൾ കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന ഉത്തരങ്ങൾ സിംഗുലാർ വെർബും വരാം. അതുപോലെ കോംപ്ലിമെന്ററി സബ്ജക്റ്റുകൾ കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന വെർബ് പ്ലൂറലും വരാം. ഇനി എന്താണ് പ്രത്യേകത? ആദ്യം എന്താണ് ഈ കോംപ്ലിമെന്ററി സബ്ജക്റ്റ്? രണ്ട് വാക്കുകൾ ചേർത്ത് പറയുന്ന വാക്കുകൾ. അതായത് ബ്രെഡ് ആൻഡ് ബട്ടർ, അതുപോലെ ചോറ് ആൻഡ് കറി, അതുപോലെ സ്ലോ ആൻഡ് സ്റ്റഡി, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ വരുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് കോംപ്ലിമെന്ററി സബ്ജക്റ്റുകൾ. ഇത്തരം വാക്കുകൾ എന്തെന്ന് പറയുന്നു? ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ തുടർന്ന് വരുന്ന വാക്ക് സിംഗുലാറും, ഈ വാക്കുകൾ രണ്ടും രണ്ട് വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തുടർന്ന് വരുന്ന ഉത്തരം പ്ലൂറലായിരിക്കണം. ഇവ ചേർത്ത് പറയുന്ന സെന്റൻസുകളിൽ ഉത്തരം സിംഗുലാർ, ഇവ രണ്ടും രണ്ടർത്ഥങ്ങളിലാണ് പറയുന്നതെങ്കിൽ ഉത്തരം പ്ലൂറലായിരിക്കണം. ഇപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ ഒരുമിച്ച് ഉപയോഗിക്കുന്നു, അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഉത്തരം വരുന്നത്. ഇനി ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് സോൾഡ് ഇൻ ദി ഷോപ്പ് എന്നാണ് പറയുന്നതെങ്കിലോ അവിടെ ഈസും ആറും വന്നു കഴിഞ്ഞാൽ ആറ് അവിടെ എഴുതണം. കാരണം ബ്രെഡും ബട്ടറും കടയിൽ വിൽക്കുന്നുണ്ട്, രണ്ടും രണ്ടായിട്ടാണ് വിൽക്കുന്നത്. അപ്പൊ നമുക്ക് ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് മാത്രം വാങ്ങാം, ബട്ടർ വേണമെങ്കിൽ ബട്ടർ മാത്രം വാങ്ങിക്കാം. അപ്പൊ ബ്രെഡ് ആൻഡ് ഇതേപോലെ കോംപ്ലിമെന്റ് ഇങ്ങനെയുള്ള വാക്കുകൾക്ക് പറയുന്ന പേരാണ് കോംപ്ലിമെന്ററി സബ്ജക്റ്റുകൾ. കോംപ്ലിമെന്ററി സബ്ജക്റ്റുകൾ ഒരുമിച്ചാണ് പറയുന്നതെങ്കിൽ ഉത്തരം സിംഗുലാറും, കോംപ്ലിമെന്ററി സബ്ജക്റ്റ് രണ്ടും രണ്ടായി സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഉത്തരം പ്ലൂറലുമായിരിക്കണം. അടുത്ത ചോദ്യം നോക്കിയേ, ഹി ഈസ് ഡാഷ് ന്യൂട്ടൺ. ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ്. എ ഉണ്ട്, ആൻ ഉണ്ട്, ദായുണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഏതാണ്? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് എ ആണ്. കാരണം നമുക്കറിയാം വ്യക്തികളുടെ പേരിന് മുന്നിൽ നമ്മൾ എന്ത് ചേർക്കാറില്ല? ആർട്ടിക്കിള് ഒന്നും ചേർക്കാറില്ല. വ്യക്തികളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. നെയിം ഓഫ് പേഴ്സണ് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. അപ്പൊ നമ്മളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ചേർക്കാറില്ല. എന്നാൽ മിസ്റ്റർ കോമ മിസ്സിസ്, മിസ്റ്റർ എന്നോ മിസ്സിസ് എന്നോ വാക്കിന് മുന്നിൽ നമ്മൾ എന്ത് ചേർത്ത് പറഞ്ഞാൽ എ ചേർത്തിട്ട് പറഞ്ഞാൽ. ഓർമ്മയിലിരിക്കണം, ഒരു വ്യക്തിയുടെ പേരിന് മുന്നിൽ മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് ഉണ്ടെങ്കിൽ എന്ത് ചേർത്ത് പറഞ്ഞാൽ എ ചേർത്തിട്ട് പറഞ്ഞാൽ. ഇനി ഒരു വ്യക്തിയുടെ പേര് മറ്റൊരു വ്യക്തിക്ക് ചാർത്തി കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു വ്യക്തിയുടെ പേര് മറ്റൊരു വ്യക്തിയിൽ ചാർത്തി പറയുകയാണെങ്കിൽ, നമ്മളിപ്പം നീ ന്യൂട്ടനെ പോലെയാണ് ഇങ്ങനെയൊക്കെ പറയാം, നീ ഐൻസ്റ്റീനെ പോലെയാണ്, നീ ഷൈലോക്കിനെ പോലെയാണ്, ഇങ്ങനെ ഒരു വ്യക്തിയുടെ വിശേഷണം മറ്റൊരു വ്യക്തിക്ക് ചാർത്തി കൊടുക്കുകയാണെങ്കിൽ അവിടെ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം. ഉച്ചാരണം വെച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ ഹി ഈസ് എ ന്യൂട്ടൻ, അവനൊരു ന്യൂട്ടനെ പോലെയാണ്. ദാ ന്യൂട്ടൻ പറഞ്ഞ് എന്ത് ചെയ്യുന്നു? എന്തായിട്ട് മാറും? അവൻ ന്യൂട്ടൻ ആണെന്നായിട്ട് മാറും. അപ്പൊ അതല്ലേ പറയേണ്ടത്. ഇപ്പൊ ഒരു വ്യക്തിയുടെ വിശേഷണം മറ്റൊരു വ്യക്തിക്ക് ചാർത്തി കൊടുക്കുകയാണെങ്കിൽ, ഈ വ്യക്തിയുടെ പേര് മറ്റൊരു വ്യക്തിക്ക് ചാർത്തി കൊടുക്കുകയാണെങ്കിൽ അവിടെ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കും. അപ്പൊ ഹി ഈസ് ഡാഷ് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാൻ? ഹീസ് ആൻ ഐൻസ്റ്റീൻ, ഹീസ് ആൻ ഐൻസ്റ്റീൻ എന്ന് നമുക്ക് അവിടെ വരും. ഓക്കെ, മറക്കരുത്. അപ്പം നമ്മളിവിടെ ഒരു വ്യക്തികളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. വ്യക്തികളുടെ പേരിന് മുന്നിൽ മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എ ചേർത്ത് പറയണം. പിന്നെ അതേപോലെ ഒരു വ്യക്തിയുടെ പേര് മറ്റൊരു വ്യക്തിക്ക് ചാർത്തി കൊടുക്കുകയാണെങ്കിൽ എ അല്ലെങ്കിൽ ആൻ ചേർക്കാം. ഉച്ചാരണം വെച്ചിട്ട് ചേർക്കാം. മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് ഉച്ചാരണമെങ്കിൽ ആൻ ചേർക്കുക, അല്ലാതെയാണെങ്കിൽ എ ചേർത്ത് പറയാം. അടുത്ത നോക്കിയ ചോദ്യം, ഷീല ഈസ് നോട്ട് ഡാഷ് അസ് ഹെർ സിസ്റ്റർ. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യം ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ടതാണ്. ടാളർ ഉണ്ട്, ടാളർ ദാൻ ഉണ്ട്, ടാളസ്റ്റ് ഉണ്ട്, അതുപോലെ അസ് ടാളുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തില് നമുക്കിവിടെ നമ്മുടെ അസ് വന്നിരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ പഠിക്കാം, സോ അല്ലെങ്കിൽ അസ്, സോ അല്ലെങ്കിൽ അസ് കഴിഞ്ഞിട്ട് ഒരു ഡാഷ് വന്നിട്ടുണ്ട്, വീണ്ടും ഒരു അസ്സാണ് വരുന്നതെങ്കിൽ നമ്മൾ ഓപ്ഷനിൽ നിന്ന് ഏതെഴുതണം? പോസിറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതണം. ഇനി ദാ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ഒരു ഡാഷ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതി കൊടുക്കുക? സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട്. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടാള്, അതുപോലെ ബിഗ്, സ്മോള്, ഇതൊക്കെ പോസിറ്റീവ് ഡിഗ്രി. അതായത് അഡ്ജക്റ്റീവ് ഒരു മാറ്റവും ഇല്ലാതെ പറയുന്നത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ESTയിൽ അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളാണ് സൂപ്പർലേറ്റീവ്. ടാളസ്റ്റ്, ബിഗ്ഗസ്റ്റ്, പിന്നെ അതേപോലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇനി ഡാഷ് കഴിഞ്ഞിട്ട്
ദാൻ എന്ന വാക്ക് വന്നിട്ടുണ്ടോ നോക്കണം. എങ്കിൽ ഉത്തരം നമുക്ക് ഏതായിരിക്കണം? കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരുന്നു. ഡാഷിന്റെ ദാൻ എന്ന വാക്കാണ് വരുന്നതെങ്കിൽ കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരുന്നു. എങ്ങനെ മനസ്സിലാക്കാം കമ്പാരറ്റീവ് ഡിഗ്രി ആണെന്ന്? ER-ൽ അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോറിൽ തുടങ്ങുന്നതുമായിട്ടുള്ള വാക്കുകളാണ് കമ്പാരറ്റീവ് ഡിഗ്രി. ഇവിടെ നോക്കൂ കുട്ടികളെ, അസ് കിടക്കണ്ട, അസ് വന്നിട്ടുണ്ട്, അസ്. അപ്പൊ നമുക്ക് മുന്നിൽ എന്ത് പറഞ്ഞു? സോ അല്ലെങ്കിൽ അസ്. സോ അല്ലെങ്കിൽ അസ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഡി ഓപ്ഷൻ. അസ്റ്റാർ പോസിറ്റീവ് ഡിഗ്രി സൂചിപ്പിക്കുന്നു. അസ്റ്റാർ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇനി ദാ കഴിഞ്ഞിട്ട് കമ്പാരറ്റീവ് ഡിഗ്രി നമുക്ക് ഉത്തരമായിട്ട് ഉപയോഗിക്കാം. എവിടെയാണ് കുട്ടികളെ? തന്നിരിക്കുന്ന ചോദ്യം ദാ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രിയിലാണ് തുടങ്ങുന്നതെങ്കിൽ അതിന്റെ മറുഭാഗത്തും ഏതുത്തരം? ദാ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരുന്നു. ഒരു സെൻസ് തുടങ്ങിയിരിക്കുന്നത് ദാ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രിയിലാണ്, അതിന്റെ മറുഭാഗത്തും ദാ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി. ഉത്തരം ഒരു ചോദ്യം നോക്കിയേ. ദ ഹയർ യു ക്ലൈംബ്, ഹയർ ER-ൽ അവസാനിക്കുന്നു. ദ കോൾഡർ യു ഫീൽ, കോൾഡർ, ദ കോൾഡർ യു ഫീൽ. ദ കോൾഡർ എന്ന് പറയുന്നത് കമ്പാരറ്റീവ് ഡിഗ്രി. ദ ഹയർ, ദ കോൾഡർ കമ്പാരറ്റീവ് ഡിഗ്രി. ഓക്കെ, ഇനി നോക്കിയേ. ഓഫ് ദ ടു, ഓഫ് ദ ടു വരുന്ന സെന്റൻസുകളിൽ, ഓഫ് ദ ടു വരുന്ന സെന്റൻസ്, ഓഫ് ദ ടു എന്ന പ്രയോഗം ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരാം. ഓഫ് ദ ടു എന്ന പ്രയോഗം ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി നമുക്ക് ഉത്തരമായിട്ട് വരാം. അടുത്ത ചോദ്യം നോക്കിയേ. വൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡാഷ് ആക്ഷൻസ്. മൈ ഉണ്ട്, ഹെർ ഉണ്ട്, വൺസ് ഉണ്ട്, ഹിസ് ഉണ്ട്. സബ്ജക്റ്റ് ഏതാണോ അതിന് ഉചിതമായിട്ടുള്ള വാക്കുകൾ വേണം നമുക്ക് ഇപ്പുറത്ത് മറുഭാഗത്ത് വരാൻ. ഇവിടെ വൺ ആണ് സബ്ജക്റ്റ്, അപ്പൊ വണ്ണിന് ഉചിതമായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്? വൺസ് അവിടെ ഉത്തരമായിട്ട് വരും. ഏത് വരുന്നു ഇവിടെ? വൺസ് ആക്ഷൻ, വൺസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. സബ്ജക്റ്റ് ഏതാണോ അതിന് ഉചിതമായിട്ടുള്ള വാക്കുകൾ മാത്രമേ മറുഭാഗത്ത് വരും. ഇവിടെ അതിന് ഉചിതമായിട്ടുള്ളത് ഏതേ? വൺസേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കിയേ. ബ്രിങ് മീ എ ബ്ലാങ്കറ്റ്. ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ് നമ്മൾ പറഞ്ഞു. നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടെ ഓർമ്മയിലിരിക്കും കേട്ടോ. ING തുടങ്ങുന്ന വാക്കുകളാണെങ്കിൽ അവയ്ക്ക് പകരം നമ്മൾ എന്ത് എടുക്കണം എന്ന് പറഞ്ഞു കുട്ടികളെ? ING തുടങ്ങുന്ന വാക്കുകളാണെങ്കിൽ ഏത് ചേർക്കണം? ഇറ്റാണ് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞത്. എന്നാൽ നമ്മളിവിടെ ഒരു കാര്യം, നമ്മളിവിടെ ഇറ്റ് എഴുതരുത്, ഇവിടെ ഇറ്റ് ഓപ്ഷനിൽ ഇല്ല. ഇനി നോക്കിയേ, തന്നിരിക്കുന്ന സെനൻസ് ഇമ്പരേറ്റീവ് സെനൻസ് ആണ്. ബ്രിങ് മീ എ ബ്ലാങ്കറ്റ് ഒരു ഇമ്പരേറ്റീവ് സെനൻസ് ആണ്. ഓക്കെ, ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ ടാഗ്, ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ, ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ ടാഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യു ആണ്. ഇമ്പരേറ്റീവ് സെനൻസ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കണ്ട, വില്യു ഉത്തരമായിട്ട് വരുന്നു. ഇമ്പരേറ്റീവ് സെനൻസുകളുടെ ടാഗ് വില്യു. നമുക്ക് ഏത് ഉത്തരം വരുന്നു ഇവിടെ? വില്യു അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, ഇനി കർശനമായി പാലിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ, ഇമ്പരേറ്റീവ് സെനൻസിന് കർശനമായി പാലിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ വില്യുവിന് പകരം നമ്മൾ എന്ത് ചേർക്കണം? വോണ്ട് യു ടാഗ് ആയിട്ട് ഉപയോഗിക്കാം. വില്യുവിന് പകരം എന്ത് ഉപയോഗിക്കാം? വോണ്ട് യു ടാഗ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലേ? അപ്പൊ കർശനമായി പാലിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ വോണ്ട് യു ടാഗ്. ബി കെയർഫുൾ വൈൽ യു ഡ്രൈവ്. ബി കെയർഫുൾ വൈൽ യു ഡ്രൈവ്. ബി കെയർഫുൾ വൈൽ വൈൽ യു ഡ്രൈവ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അവിടെ വില്യു ഉത്തരമായിട്ട് വരും. ബി കെയർഫുൾ വൈൽ യു ഡ്രൈവ്. ഓക്കെ, ഇനി അസഹിഷ്ണുതയെ സൂചിപ്പിക്കുന്ന സെൻസ്, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ, അതായത് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ വില്യുവിന് വരെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദി കാണ്ടിയു ടാഗ് ആയിട്ട് ഉപയോഗിക്കാം. ഏത് ഉപയോഗിക്കാം മക്കളെ? കാണ്ടിയു ടാഗ് ആയിട്ട് ഉപയോഗിക്കാം. വില്യുവിന് പകരം കാണ്ടിയു ഉപയോഗിക്കാം. ഓക്കെ, അസഹിഷ്ണുത. സ്റ്റോപ്പ് നോൺസെൻസ് ടോക്കിംഗ്. ഏത് ഉത്തരം വരുന്നു? കാണ്ടിയു ഉത്തരമായിട്ട് വരുന്നു. അപ്പം ഇമ്പരേറ്റീവ് സെൻസുകളുടെ കോമൺ ടാഗ് വില്യു ആണ്. ഓർമ്മയിരിക്കുക. ബ്രിങ് എന്ന് പറയുന്ന വെർബിൽ തുടങ്ങുന്നു. വെർബിൽ തുടങ്ങുന്ന വാക്കുകളെല്ലാം വെർബിലോ അല്ലെങ്കിൽ പ്ലീസ് എന്ന് പറയുന്ന വാക്കിലോ അല്ലെങ്കിൽ കൈൻഡ്ലി എന്ന് പറയുന്ന വാക്കിലോ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന വാക്കിലോ അല്ലെങ്കിൽ ഡോണ്ടിലോ തുടങ്ങുന്ന സെന്റൻസുകളെല്ലാം ഇമ്പരേറ്റീവ് സെന്റൻസുകളാണ്. അതിന്റെ ടാഗ് വില്യു ആണ്. അടുത്ത ചോദ്യം നോക്കി. വി യൂഷ്വലി ഡാഷ് ഏർലി ആൻഡ് ഗോ ഫോർ വാക്ക്. കണ്ടല്ലോ തന്നിരിക്കുന്ന ചോദ്യം. നോക്കിയേ, അവിടെ നമുക്ക് ഗെറ്റ്സ് അപ്പ് ഉണ്ട്, ഗോട്ടപ്പ് ഉണ്ട്, ഹാവ് ഗെറ്റപ്പ് ഉണ്ട്, ഗെറ്റിംഗ് അപ്പ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നുണ്ടല്ലേ? നമുക്ക് ഗെറ്റപ്പ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താണ്? യൂഷ്വലി വരുന്ന സെന്റൻസുകൾ സിമ്പിൾ പ്രസന്റ് ആണ്, ഇല്ലേ? അതുകൊണ്ട് അവിടെ ഗെറ്റപ്പ്. ബി സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഗെറ്റപ്പ് എഴുതി. നമ്മൾ അതിനൊരു കോഡ് പഠിച്ചില്ല. എന്റെ സോളി ENTA, എന്റെ എന്റെ സോളി SOLY, എന്റെ സോളി പ്ലസ് B1 ഓർ എസ്സിൽ അവസാനിക്കുന്നത്.
ഈയിൽ വരുന്ന വാക്കാണ് എവരി. ഈയിൽ വരുന്ന വാക്ക് എവരി. എന്നിൽ വരുന്ന വാക്ക് ഏതാണ്? നെവർ. എന്നിൽ വരുന്ന വാക്ക് നെവർ. ടീയിൽ വരുന്ന വാക്ക് ഏതാണ്? ട്വൈസ്, ത്രൈസ്. ട്വൈസ് അതുപോലെ ത്രൈസ്. ട്വൈസ്, ത്രൈസ്. ഓക്കെ. എയിൽ വരുന്ന വാക്ക് ഏതാണ്? ഓൾവേസ്. എയിൽ വരുന്ന വാക്ക് ഓൾവേസ്. എസിൽ വരുന്ന വാക്ക് ഏതാണ്? സെൽഡം അതുപോലെ സെൽഡം, സംടൈംസ്. സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. അതുപോലെ ഓയിൽ വരുന്ന വാക്ക് വൺസ്, ഓഫൺ. വൺസ്, ഓഫൺ. വൺസ്, ഓഫൺ. ഇനി നോക്കിയേ, എൽവയിൽ അവസാനം, വൈ സ്മോൾ ലെറ്റർ ആണ്, എൽവയിൽ അവസാനിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് നോക്കളെ? യൂഷ്വലി, ജനറലി, ഫ്രീക്വന്റ്ലി. യൂഷ്വലി, ജനറലി, ഫ്രീക്വന്റ്ലി, ഒക്കേഷണലി, ഹാബിച്വലി. ഒക്കേഷണലി, ഹാബിച്വലി, റെഗുലർലി. അതുപോലെ റെഗുലർലി. അടുത്ത വാക്കുകളാണ് നോർമലി, ആനുവലി, ഇയർലി, അതുപോലെ മന്ത്ലി, വീക്കിലി, ഡെയിലി. ഇവിടെ ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം V1 അല്ലെങ്കിൽ എസിൽ അവസാനിക്കുന്നത്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ V1 ഉത്തരം, സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ എസിൽ അവസാനിക്കുന്നത്. അതായത് വാക്സ്, ഈറ്റ്സ്, സിങ്സ് ഒക്കെ വരും. ഇവിടെ നോക്കണോ, യൂഷ്വലി വരുന്നു, വി സബ്ജക്റ്റ് പ്ലൂറൽ, അതുകൊണ്ട് ഗെറ്റപ്പ് ഉത്തരം വേണ്ടി വരും. അടുത്ത ചോദ്യം നോക്കിയേ, ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് ബാച്ചിലർ. ബാച്ചിലറിന്റെ ഫെമിനൈൻ ജെൻഡർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാച്ചിലറിന്റെ ഫെമിനൈൻ ജെൻഡർ ഏതാണ്? സ്പിൻസ്റ്റർ ആണ് കേട്ടോ. എ ഓപ്ഷൻ ആയിട്ടുള്ള സ്പിൻസ്റ്റർ ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. സ്പിൻസ്റ്റർ ആണ്. ബാരന്റെ ഫീമെയിൽ ആണ് ബാരനസ്. ബാരന്റെ ഫീമെയിൽ ആണ് ബാരനസ്. നമ്മളത് കോഡൊക്കെ വെച്ചിട്ടാണ് പഠിച്ചത്. ESS അവസാനിക്കുന്ന ഫീമെയിൽ രൂപങ്ങൾക്ക് കോഡൊക്കെ വെച്ചിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ബാരൻ, ബാരനസ്, അത് നമ്മളെ ക്ലാസ്സിനകത്തുണ്ട്. ബാരൻ, ബാരനസ്. അതേപോലെ ആസിന്റെ ഫീമെയിൽ ഏതാണ്ട്? ആസിന്റെ ഫീമെയിൽ ഏതാന്ന് ചോദിച്ചാൽ ജെന്നിയാണ് കേട്ടോ. ആസിന്റെ ഫീമെയിൽ ജെന്നി. ആസിന്റെ ഫീമെയിൽ ഏതാണ്ട്? ജെന്നി. ജോജോ ക്വസ്റ്റ്യനാണ്. അതേപോലെ ബെയറിന്റെ ഫീമെയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ, SOW എന്നാണ് കേട്ടോ. ബെയറിന്റെ ഫീമെയിൽ പറയുന്ന പേരാണ് സോ എന്നാണ് പറയുന്നത്. ബെയർ ഫീമെയിൽ. ക്യാറ്റിന്റെ ഫീമെയിലിന് പറയുന്ന പേരാണ് എന്ത് ചെയ്യുന്നത്? ക്യൂൻ എന്നാണ് പറയുന്നത്. ക്യാറ്റിന്റെ ഫീമെയിലിന് പറയുന്ന പേരാണ് ക്യൂൻ എന്നാണ് പറയുന്നത്. ക്യാറ്റ്, ക്യൂൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഹെന്നിന്റെ ഫീമെയിലിന് പറയുന്ന പേരാണ്, ഹെന്നാണെങ്കിൽ ഹെന്ന് മെയിലാണ്, അതിന്റെ ഫീമെയിലിന് പറയുന്ന പേര്, അതിന്റെ ഫീമെയിലാണ് എന്തെന്ന് പറയുന്നത്? ഹെന്ന്, അതിന്റെ ഹെന്നിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഹെന്നിന്റെ ഓപ്പോസിറ്റ് ആണ് കോക്ക് കേട്ടോ. ഹെന്ന് കോക്കാണ്. കോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മെയില്, സോറി, ഹെന്നിന്റെ ഫീമെയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെന്നിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്നത് കോക്ക് എന്ന് പറയുന്നത്. ഹെന്നിന്റെ ഓപ്പോസിറ്റ് ആണ് കോക്ക് എന്ന് പറയുന്നത്. ഹെന്ന് കോക്കാണ്. ഓക്കെ, മറക്കരുത് കേട്ടോ ജെൻഡർ. അതേപോലെ അടുത്ത് നമ്മുടെ കോക്ക് മെയിലാണ്, ഹെന്ന് ഫീമെയിലാണ്. കണ്ടക്ടറിന്റെ ഫീമെയിൽ ഏതാന്ന് ചോദിച്ചാൽ കണ്ടക്ടറിന്റെ ഫീമെയിൽ രൂപം കണ്ടക്ട്രസ് ആണ് കേട്ടോ. കണ്ടക്ടറിന്റെ ഫീമെയിൽ കണ്ടക്ട്രസ് ആണ് കേട്ടോ. കണ്ടക്ടർ, കണ്ടക്ട്രസ്, കണ്ടക്ട്രസ് കേട്ടോ. അതേപോലെ ഡ്രാക്ക്. ഡ്രാക്കിന്റെ ഫീമെയിൽ ഏതാന്ന് വെച്ചാൽ ഡ്രാക്ക് മെയിലാണ്. ഡ്രാക്കിന്റെ ഫീമെയിൽ ഏതാന്ന് വെച്ചാൽ ഡക്കാണ് കേട്ടോ. ഡ്രാക്ക്, ഡക്ക്. അപ്പൊ ഡക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഡ്രാക്ക്. ഡക്ക്, ഡ്രാക്ക് എന്നാണ് പറയുന്നത്. DRAKE, ഡ്രാക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ ഡ്യൂക്കിന്റെ ഓപ്പോസിറ്റ് ഡ്യൂക്ക്. ഡ്യൂക്കിന്റെ ഓപ്പോസിറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഡച്ചസ് ആണ് കേട്ടോ. ഡ്യൂക്ക്, ഡച്ചസ്. DUCHES, ഡച്ചസ്. DUCHES, ഡച്ചസ് എന്നാണ് കേട്ടോ. ഡ്യൂക്ക്, ഡച്ചസ്. ഫോക്സ്. ഫോക്സിന്റെ ഓപ്പോസിറ്റ് ഏതാന്ന് ചോദിച്ചാൽ വിക്സൺ ആണ് കേട്ടോ. ഫോക്സിന്റെ ഓപ്പോസിറ്റ് വിക്സൺ എന്നാണ് കേട്ടോ. ഫോക്സ്, വിക്സൺ, വിക്സൺ എന്നാണ്. ഫോക്സിന്റെ ഓപ്പോസിറ്റ് ഏതാന്ന് വെച്ചാൽ വിക്സൺ എന്നാണ് പറയുന്നത്. ഫോക്സ്, വിക്സൺ എന്നാണ് കേട്ടോ. ഹോഴ്സിന്റെ ഓപ്പോസിറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഹോഴ്സ്. ഹോഴ്സിന്റെ ഓപ്പോസിറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേർ എന്നാണ് കേട്ടോ. MEAR, മേർ എന്നാണ് കേട്ടോ. ഹോഴ്സ്, മേർ എന്നാണ് കേട്ടോ. ഹോഴ്സ്, മേർ എന്നാണ്. ഓക്കെ, മറക്കരുത് കേട്ടോ. കോൾട്ട്. കോൾട്ട് കുതിരയുടെ കുട്ടിയുടെ പേരാണ് കോൾട്ട്. അതിന്റെ ഫീമെയിൽ ഏതാന്ന് വെച്ചാൽ ഫില്ലിയാണ് കേട്ടോ. കോൾട്ടിന്റെ ഫീമെയിൽ ഫില്ലി. അപ്പോൾ കോൾട്ടിന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഫില്ലിയാണ്. ഒത്തിരിയൊക്കെ ഓർമ്മയിരിക്കുക. അടുത്ത് നോക്കിയേ, സച്ചിൻ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ. നമുക്ക്
ഡാഷ് ഗ്രേറ്റ് പ്ലെയർ ഡാഷ് ദ ക്രിക്കറ്റ് പ്ലെയേഴ്സ്. എമങ് ഉണ്ട്, ബിറ്റ്വീൻ ഉണ്ട്, ഓൺ ഉണ്ട്, ഇന്നുണ്ട്. ഏതാണ്ടേ അവിടെ ഉത്തരമായിട്ട് വരുന്ന എമങ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി എമങ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നാൽ ഒരാൾ, രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾക്കിടയിൽ എന്ന് പറയാം ബിറ്റ്വീനും, ഒന്നിൽ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ധാരാളം ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി എമങ് ആണ്. ഓൺ എന്ന് പറഞ്ഞാൽ ഒന്നിനു മുകളിൽ ഇരിക്കും എന്ന് പറയാം. ഇന്നെന്ന് പറഞ്ഞാൽ ഒന്നിനുള്ളിൽ ഇരിക്കുന്നു. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എമങ് ആണ്. അടുത്ത് നോക്കിയേ, ദ ഹൗസ് ഡാഷ് ദേ ലിവ്ഡ് ഇൻ വാസ് ഡിസ്ട്രോയിഡ് ബൈ ദ ഫ്ലഡ്സ്. കണ്ടല്ലോ, റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നമുക്ക് ദ ഹൗസ് വേർ ദേ ലിവ്ഡ്, എവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടി വേർ ആണ് വരുന്നത്. നമുക്കിവിടെ വേറെ ഓപ്ഷനിൽ ഇല്ല. എന്നാൽ തിങ്, വസ്തുക്കളെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളാണെങ്കിൽ, വസ്തുക്കളെ സൂചിപ്പിക്കുന്ന സെന്റൻസ് തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകൾ, തിങ്സ് ഓർ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ഹൗസ് എന്ന് പറഞ്ഞ തിങ് ആണ്, നമുക്കിവിടെ വിച്ച് ഉണ്ട്, വിച്ച് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഹൂസ് അവിടെ ഉപയോഗിക്കാം. ഡാഷ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് വരുന്നതെങ്കിൽ ഹൂസ് ഉത്തരം. ഡാഷ് കഴിഞ്ഞിട്ട് നൗണാണ് വരുന്നതെങ്കിൽ നമുക്ക് ഏത് ഉത്തരം എഴുതുക? ഹൂസ് എഴുതാം. ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബുകളാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ഉത്തരം ഹൂ ഉത്തരമായിട്ട് എഴുതാം. അതായത് പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആയിരിക്കുന്നത്, വ്യക്തികളെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബാണ് വരുന്നതെങ്കിൽ ഹൂ ഉത്തരം. ഇനി പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് എന്ത് വരുന്നു? ഒരു പ്രോനൗൺ ആണ് വരുന്നത്. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണുകൾക്ക് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺ. വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഏതാണ്? ഹൂസ് ആണ് ഉത്തരം. ഹൂസ് അല്ല, ഹൂമാണ് ഉത്തരം. പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷ് കഴിഞ്ഞിട്ട് ഒരു പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ ഹൂം ഉത്തരം. പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബാണ് വരുന്നതെങ്കിൽ ഹൂ ഉത്തരം. ഡാഷ് കഴിഞ്ഞിട്ട് ഒരു നൗൺ വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഹൂസ് ഉത്തരം. തിങ്സ് ഓർ ആനിമൽ ആണെങ്കിൽ വിച്ച് ഓർ ദാറ്റ് ഉത്തരം. നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ. ദിസ് ഈസ് മൈ അങ്കിൾ ഡാഷ് പേഴ്സ് ഹാഡ് സ്റ്റോളൻ. ഉത്തരം ഏതാണ് കേട്ടല്ലോ? ഹാഡ് സ്റ്റോളൻ. നമുക്ക് ഡാഷ് കഴിഞ്ഞിട്ട് പേഴ്സ് എന്നാണ് എഴുതുന്നത്. പേഴ്സ് നൗൺ ആണ്, അതുകൊണ്ട് അവിടെ ഉത്തരം ഏത് വരുന്നു? ഹൂസ് ഉത്തരം വരുന്നു. ദിസ് ഈസ് ദ ബോയ് ഡാഷ് സിങ്സ് എ സോങ്. നമുക്ക് ബോയ് പേഴ്സൺ ആണ്, സിങ്സ് എന്ന് പറയുന്ന വെർബാണ്, നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഹൂ വരുന്നു. അടുത്ത് നോക്കിയേ, ദിസ് ഈസ് ദ ബോയ് ഡാഷ് ഐ ആം വെയിറ്റിംഗ്. ഉത്തരം വരുന്നു നമുക്ക് ബോയ് പേഴ്സൺ ആണ്, ഐ എന്ന് പറയുന്ന പ്രോനൗൺ ആണ്. ഉത്തരം ഏത് വരുന്നു? ഹൂം ഉത്തരമായിട്ട് വരുന്നു. ഇത്രേ ഉള്ളൂ. അടുത്ത് നോക്കിയേ, പിക്ക് ഔട്ട് ദ അബ്സ്ട്രാക്ട് നൗൺ. താഴെ തന്നിരിക്കുന്നതിൽ അബ്സ്ട്രാക്ട് നൗൺ എടുത്തെഴുതാനാണ്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണ് കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത നാമങ്ങൾക്ക് പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട്. ചെയർ കാണാൻ പറ്റും. ക്രൗഡ് ഒരു കളക്റ്റീവ് നൗൺ ആണ്. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ നൗൺ ആണ്. ഫിയർ എന്ന് പറയുന്നതാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നൗൺ എന്ന് പറഞ്ഞാൽ നൗണിനെ നമുക്ക് എന്തിന്റെയും പേരായ ശബ്ദങ്ങളാണ് നൗൺ. രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് അബ്സ്ട്രാക്ട് നൗൺ, രണ്ടാമത്തത് കോൺക്രീറ്റ് നൗൺ. കോൺക്രീറ്റ്. ഇനി എന്താണ് ഈ അബ്സ്ട്രാക്ട്? കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത നാമങ്ങൾ, രൂപങ്ങളില്ലാത്ത നാമം. ഫിയർ, അതേപോലെ ഹാപ്പിനെസ്, സാഡിനെസ്, ഇതൊക്കെ അബ്സ്ട്രാക്ട് നൗൺ. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ കാണാനും സ്പർശിക്കാനും കഴിയുന്നു. കമ്പ്യൂട്ടർ, ടേബിൾ ഒക്കെ കോൺക്രീറ്റ് ആണ്. ഇതിനെ നമുക്ക് നാലായിട്ട് തിരിക്കാം. ഒന്നാമത്തത് പ്രോപ്പർ നൗൺ. പ്രോപ്പർ വ്യക്തി, സ്ഥലം, വസ്തുക്കളുടെ പേര്. രണ്ടാമത്തെ കോമൺ നൗൺ. കോമൺ എന്ന് പറഞ്ഞാൽ ഒരേ ഗണത്തിൽപ്പെട്ടവയെ പൊതുവെ പറയുന്ന പേര്. അതായത് ബോയ്, ഗേള്, സ്റ്റുഡൻറ്, ഇതൊക്കെ ഒരുപോലുള്ളവയെ പൊതുവെ പറയുന്ന പേര്. മൂന്നാമത്തത് കളക്റ്റീവ് നൗൺ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണുകളുടെ കൂട്ടങ്ങൾക്ക് പറയുന്ന പേര് കളക്റ്റീവ് ആണ്. നാലാമത്തത് ഹേർഡ് ഓഫ്, ബഞ്ച് ഓഫ്, സ്വാം ഓഫ് ഒക്കെ എക്സാമ്പിൾ. നാലാമത്തത് മെറ്റീരിയൽ നൗൺ. എങ്ങനെ മനസ്സിലാക്കാം? മെറ്റീരിയൽ വസ്തുക്കളുടെ പേരായ ശബ്ദം. അതായത് ഏതൊക്കെയാണ്? ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, അയൺ, വുഡ്, ഇതൊക്കെ മെറ്റീരിയൽ ആണ്. ഇവിടെ ചെയർ എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. ക്രൗഡ് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയേ. നമുക്ക് ഇന്നലെ തന്നൊരു ചോദ്യത്തിൽ നമ്മൾ ഓപ്ഷൻ പറഞ്ഞതിൽ ഉത്തരം തെറ്റുണ്ടായിരുന്നു. കാരണം അതിൽ ഓപ്ഷനിൽ ഈസ് ഹി ആണ് ഞാൻ ഉത്തരം പറഞ്ഞത്.
ആ ചോദ്യമാണ് നമ്മൾ ഇന്ന് ലാസ്റ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഈസ് ഹി അല്ല ഹാസ് ഹി ആണ് ഉത്തരമായിട്ട് വരുന്നത്. നോക്കടോ, ഇവിടെ ഞാനിവിടെ ഈസ് എന്നാണ് പറഞ്ഞിരുന്നത്, അത് നോക്കിയേ. ഹി ഹാസ്, ഇവിടെ ഹാസ്, ഇവിടെ അപ്പോസ്ട്രോഫി എസ് ഇട്ട ഈസും പറയാം ഹാസും പറയാം. ഇനി നമുക്ക് ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം കുട്ടികളെ? ഏത് വേണം അവിടെ വരാം. ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? വെർബ് നോക്കിയാൽ മതി. ഇവിടെ അഡ്മിറ്റഡ് എന്ന വെർബാണ്. അഡ്മിറ്റിംഗ് എന്നാണ് കിടന്നെങ്കിൽ നമുക്ക് ഈസ് എടുക്കായിരുന്നു കേട്ടോ. അഡ്മിറ്റഡ് ആണ്. അഡ്മിറ്റഡ് എന്ന് പറയുന്നത് V3 ഫോം ആണ്. അപ്പോൾ ഇവിടെ എന്തെടുക്കണം? ഹാസ് എടുക്കണം. കാരണം ഹീ സിംഗുലർ ആണ്, ഹാസ് എടുക്കണം. സെന്റൻസ് സ്കേഴ്സിൽ വരുന്നതുകൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഈസ് ഹി അല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈസ് ഹി ആണ് പറഞ്ഞിരുന്നത്. ഈസ് ഹി അല്ല. ഏത് ഉത്തരം പറയണം? ഹാസ് ഹി. അവിടെ ഉത്തരമായിട്ട് പറയണം. കാരണം ഹാസ് ആണത്. സബ്ജക്റ്റ് സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗ് ഹാസ് ഹി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഒന്ന് തിരുത്തിക്കോണേ കുട്ടികളെ, ആ മാർക്ക് കൊണ്ട് ആഡ് ചെയ്തോളൂ. അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ് ഇന്ന് പറഞ്ഞത് 10 ചോദ്യങ്ങളാണ്. നിങ്ങൾ ഈ ചോദ്യം എടുക്കണ്ട, മൊത്തം 10 ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 10ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത് നോക്കാനാണ്, ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ?